آمين وعلى آله وصحبه أجمعين. സ്നേഹമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നിയോ ഹജ്ജ് ഖുർആൻ സ്റ്റഡി സെന്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാം സൂറത്തുൽ ഫലഖാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ ഫലഖിലെ 2 ആയത്തുകളുടെ വിശദീകരണം മനസ്സിലാക്കുകയുണ്ടായി. സൂറത്തുൽ നാസും സൂറത്തുൽ ഫലഖും ഇരട്ടകൾ പോലെ പരസ്പര ബന്ധമുള്ള സൂറകളാണ് എന്ന് പറഞ്ഞിരുന്നു. രണ്ടിലും അള്ളാഹുവോടുള്ള രക്ഷ തേടലാണ്. അതിലെ സൂറത്തുൽ ഫലഖില് പുലരിയുടെ നാഥനോട് ഞാൻ രക്ഷ തേടുന്നു എന്ന് നീ പറയുക, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂറ സ്റ്റാർട്ട് ചെയ്തത്. രണ്ടാമത്തെ ആയത്ത് മിൻ ശർരി മാ ഖലഖ്, അവൻ അള്ളാഹു സൃഷ്ടിച്ചവയുടെ ഉപദ്രവത്തിൽ നിന്ന് എന്നാണ്. മിൻ ഇൽ നിന്ന്, ഷർറ് ഉപദ്രവം, മാ ഏതോ ഒന്ന്, ഖലഖ് അവൻ സൃഷ്ടിച്ചു, അഥവാ അവൻ സൃഷ്ടിച്ചതിന്റെ ദോഷത്തിൽ നിന്ന് പുലരിയുടെ നാഥനോട് രക്ഷ തേടുന്നു എന്നാണ്. ഈ 2 ആയത്തുകളുടെ ആശയങ്ങൾ നമ്മൾ പഠിച്ചു. അഥവാ അതിൽ പൊതുവെ മനസ്സിലാക്കിയത്, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ എല്ലാത്തിലും നന്മയുണ്ട്, അതേപോലെ എല്ലാത്തിലും ദോഷമുണ്ട്. നന്മയും തിന്മയും അല്ലെങ്കിൽ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് വേണം എല്ലാത്തിനെയും സമീപിക്കാൻ എന്നുള്ളതാണ്. നന്മ മാത്രമായിട്ടുള്ള ഒന്നുമില്ല, അതേപോലെ തന്നെ തിന്മ മാത്രമായിട്ടുള്ളതും ഇല്ല എന്നാണ് മനസ്സിലാകുന്നത്. ഈ ഭൂമിയിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സൃഷ്ടികളുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അങ്ങനെയാണ്. അപ്പൊ ഈ സൂറയിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു അല്ലെ? എന്താ ചോദ്യം? ഈ സൂറയിലെ ആയത്തുകളൊക്കെ അവസാനിക്കുന്നത് ഹുറൂഫുൽ ഖൽഖലയിലാണ്. ഖാഫ്, ബാ, ദാല് ഈ 3 അക്ഷരങ്ങൾ വരുന്നുണ്ട്. ഖൽഖലയുടെ അക്ഷരം 5 എണ്ണമാണ്. അപ്പോൾ ഈ 5 അക്ഷരങ്ങളിലും അവസാനിക്കുന്ന ആയത്തുകളുള്ള സൂറത്ത് ഏതാണ് എന്നായിരുന്നു ചോദ്യം. അതിൽ പലരും ശരിയുത്തരം എഴുതിയിട്ടുണ്ട്, അയച്ചിട്ടുണ്ട്. സൂറത്തുൽ ബുറൂജാണ്, അമ്മ ജുസുവില് ഈ 5 അക്ഷരങ്ങളിലും അവസാനിക്കുന്ന ആയത്തുകളുള്ള സൂറത്തുൽ ബുറൂജാണ്. അമ്മ ജുസു അല്ലാത്തതിൽ വേറെയും സൂറത്തുകൾ കണ്ടേക്കും ഇൻഷാ അല്ലാഹ്. ഏതായാലും വളരെ സന്തോഷമുണ്ട് പലരും അതിനോട് പ്രതികരിച്ചത്. അപ്പൊ നമുക്ക് ഇന്ന് 3-ാമത്തെ ആയത്തിലേക്ക് കടക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്. ഇതാണ് 3-ാമത്തെ ആയത്ത്. അർത്ഥം എഴുതി കാണിക്കുന്നുണ്ട്, സ്ക്രീനിൽ ഒന്ന് ശ്രദ്ധിക്കാം. വ അതോടൊപ്പം, ആദ്യം പറഞ്ഞതിനോട് ചേർത്ത് പറയാണ്. മിൻ ഇൽ നിന്നും, ഷർറ് ഉപദ്രവം. മിൻ ഷർറ് നേരത്തെ വന്നു അല്ലെ? സൂറത്തുൽ നാസിലും വന്നു, സൂറത്തുൽ ഫലഖിലും വന്നു. വമിൻ ഷർറ് ഉപദ്രവത്തിൽ നിന്നും, കെടുതിയിൽ നിന്നും എന്നാണ് സ്ക്രീനിൽ കാണിക്കുന്നത്. കെടുതി, ഉപദ്രവം എന്നൊക്കെ അർത്ഥമാണ്. വമിൻ ഷർറ് രാത്രി എന്നാണ് അർത്ഥം. ഇരുട്ടിയ രാത്രി എന്നാണ് അർത്ഥം കൊടുത്തിരിക്കുന്നത്. ഇദാ വഖബ, അത് മൂടി വരും, മൂടിയാൽ എന്നാണ്. വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ ഒന്നിച്ചു പറയുമ്പോൾ ഇരുളടയുമ്പോഴുള്ള രാത്രിയുടെ കെടുതിയിൽ നിന്നും എന്നാണ് അർത്ഥം. ഇരുളടയുമ്പോഴുള്ള രാത്രിയുടെ കെടുതിയിൽ നിന്നും. വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ. സാധാരണ രാത്രിക്ക് എന്താ പറയാ അറബിയില്? ലൈല് എന്നാണ്. അതിലൊരു സൂറത്തിന് പേര് തന്നെ സൂറത്തുൽ ലൈൽ എന്നാണ്. അപ്പൊ ഈ ഗാസിഖ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഇരുട്ടാർന്ന രാത്രി എന്നൊരാശയം അതിനുണ്ട്. റസഖിൽ ലൈൽ എന്നാണ് രാത്രിയുടെ ഇരുട്ടുള്ള അവസ്ഥ ഖുർആൻ തന്നെ പ്രയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പോ ഇഷ നമസ്കാരത്തെ കുറിച്ചൊക്കെയുള്ള പരാമർശത്തില്
സൂറത്തുൽ ഇസ്രായിൽ ആ ശൈലിയിലുള്ള ഒരു പ്രയോഗം നമുക്ക് കാണാം. അഖ്മിസ് സ്വലാത്ത ലിദുലൂക്കി ശംസി ഇലാ ഗസഖിൽ ലൈൽ എന്നാണ്. സൂര്യൻ ഉച്ചയിൽ നിന്ന് തെറ്റുന്നത് മുതൽ, അഥവാ ളുഹ്ർ മുതൽ, ഇലാ ഗസഖിൽ ലൈൽ രാത്രി ഇരുൾ മുറ്റുന്നത് വരെ നമസ്കരിക്കുക. അഥവാ 5 നേരത്തെ നമസ്കാരത്തെ കുറിച്ച് പറയുമ്പോഴുള്ളൊരു പരാമർശമാണ്. അപ്പൊ ഇവിടെ ഗാസിഖ് ഇരുട്ടുള്ള രാത്രി, മഗ്‌രിബ് കഴിഞ്ഞ ഉടനെ എന്നുള്ളതല്ല, കുറച്ചുകൂടി ഇരുട്ടിയത് എന്നുള്ള അർത്ഥമുണ്ട്. വഖബ എന്ന് പറഞ്ഞാലോ ഇരുൾ മുറ്റി, ഇരുൾ മൂടി എന്നൊക്കെയാണ്. ഇതാ വഖബ, അത് ഇരുൾ മുറ്റിയാൽ, രാത്രിയുടെ ഉപദ്രവത്തിൽ നിന്നും അത് ഇരുൾ മുറ്റിയാൽ എന്നാണ്. അപ്പൊ കഴിഞ്ഞ ആയത്തിന്റെ ശരിക്കും ഒരു വിശദീകരണം ഇതിൽ വരുന്നത്. കഴിഞ്ഞ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കിയില്ലേ, മീൻ ശരി മാ ഖലഖ്, അവൻ സൃഷ്ടിച്ചവയുടെ ഉപദ്രവത്തിൽ നിന്ന്. അപ്പൊ രാത്രി ഉപദ്രവമുള്ളതാണോ? രാത്രിയുടെ ഉപകാരം എന്താണ്? ഉപകാരം ഉറക്കമാണ്, അല്ലെ? അല്ലാഹു തആല രാത്രിയെ സംവിധാനിച്ചിരിക്കുന്നു. വജഅൽന ലൈല ലിബാസ എന്ന് ഖുർആനിലുണ്ട്. വജഅൽന നഹാറ മആശ, രാത്രിയെ നമുക്ക് വസ്ത്രമാക്കിയിരിക്കുന്നു എന്നാണ് സൂറത്തുൻ നബഇല്, അമ്മയിൽ പറയുന്നില്ലേ, വജഅൽന ലൈല ലിബാസ വജഅൽന നഹാറ മആശ വജഅൽന നൗമക്കും സുബാത്ത. ഇതൊക്കെ പരസ്പരം ബന്ധമുള്ളതാണ്. രാത്രി വിശ്രമിക്കാനുള്ളതാണ്. അത് ലിബാസ്, വസ്ത്രമാണെന്നാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ മനുഷ്യര് സ്വന്തത്തിലേക്ക് ഉൾവലിയുന്ന സന്ദർഭമാണ്, അല്ലെ? ഇപ്പൊ നമ്മൾ അധികവും ഇപ്പൊ വീട്ടിലായിരിക്കും ഉള്ളത്. അപ്പൊ അങ്ങനെ ആകുമ്പോ ഇനി ക്ലാസ് കഴിഞ്ഞിട്ട് വേണം ഒന്ന് റെസ്റ്റ് എടുക്കാന്. ഇങ്ങനെ മനുഷ്യൻ അവന്റെ സ്വകാര്യതയിലേക്ക് ഉൾവലിയുന്ന സമയമാണ്. പാതിരാത്രിയിൽ ഒരാൾ ഫോൺ ചെയ്താല് ഇതാരാണ് ഈ പാതിരാത്രിക്ക് വിളിക്കുന്നത് നമുക്ക് തോന്നും. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയുണ്ട് രാത്രിക്ക്. പകലാണെങ്കിലോ അധ്വാനത്തിന്റെ സമയമാണ്, ഉറക്കം വിശ്രമത്തിന്റെ സമയമാണ് എന്നൊക്കെ നമുക്കറിയാം. അപ്പൊ ഇവിടെ രാത്രിയുടെ ഉപദ്രവത്തെ കുറിച്ചാണ് പറയുന്നത്. എന്തായിരിക്കും രാത്രിയുടെ ഉപദ്രവം? ഇരുൾ മുറ്റുമ്പോ പെട്ടെന്ന് അന്തരീക്ഷത്തിൽ ഒരു മാറ്റം വന്നു. ഇപ്പൊ നമ്മൾ തന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ലൈറ്റ് ഇട്ടിട്ടേ പുറത്തിറങ്ങുള്ളൂ, അല്ലെങ്കിൽ കയ്യിൽ ടോർച്ച് ഉണ്ടാവും, അല്ലെ? പണ്ടൊക്കെ ടോർച്ച് നിരന്തരം നമ്മൾ ഉപയോഗിച്ചിരുന്നതാണ്, പ്രത്യേകിച്ച് ഇലക്ട്രിസിറ്റി ഇല്ലാത്ത കാലത്ത്. അപ്പൊ എന്തുകൊണ്ടാണ് രാത്രിയാകുമ്പോൾ ചെറിയൊരു അസ്വസ്ഥത, ഇരുട്ടിൽ വല്ലതും മറഞ്ഞിരിക്കുന്നുണ്ടോ, നമ്മൾ ഉപദ്രവിക്കുന്ന പാമ്പോ ഇഴജന്തുക്കളോ ഉണ്ടോ, അതല്ലെങ്കിൽ ഇനി മനുഷ്യന്മാര് തന്നെയും ഉപദ്രവിക്കാൻ വരുമോ എന്നുള്ള പേടി ഉണ്ടാവും. ഇങ്ങനെയാണല്ലോ ആക്രമിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ആ നിലക്ക് ചിന്തിക്കുന്ന ആൾക്കാര് രാത്രിയിലാണ് ഉപദ്രവങ്ങളായിട്ട് വരിക, അല്ലെ? പലപ്പോഴും നമ്മൾ രാവിലെ പത്രത്തിൽ വായിക്കുന്ന ന്യൂസ് രാത്രിയിൽ നടന്ന അക്രമങ്ങളുടേതായിരിക്കും. അങ്ങനെയാണ്. പിശാച് കൂടുതലായിട്ട് കറങ്ങി നടക്കുന്നതും രാത്രിയിലാണ്, അല്ലെങ്കിൽ മനുഷ്യനെ പിശാച് ബാധിക്കുന്നത് രാത്രിയിലാണ് എന്ന് മനസ്സിലാക്കാം, അല്ലെ? തെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാര് ആ രാത്രി ആവട്ടെ എന്ന് കരുതും, എന്നിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങാൻ. അങ്ങനെ ആയിരിക്കും അവർ ആലോചിക്കാം. മോഷണം നടത്തുന്ന ആൾക്കാര്, അതുപോലെയൊക്കെ അക്രമം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവര് ആ രൂപത്തിലായിരിക്കും പുറത്തിറങ്ങുന്നത്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു തആല രാത്രിയുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ തേടാൻ വേണ്ടിയിട്ട് പറയുന്നത്, അല്ലെ? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ മഗ്‌രിബിന്റെ സമയമുണ്ടല്ലോ, ആ സമയത്ത് കുഞ്ഞുങ്ങളെ പുറത്തേക്ക് വിടരുത്, അതുപോലെ കന്നുകാലികളെ കെട്ടിയിടണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നിപ്പോ രാവും പകലൊക്കെ ഒരുപോലെ ആയിരിക്കുന്നു എന്ന് പറയാം. അപ്പൊ ഏതായാലും മക്കളെ എന്തെങ്കിലുമൊക്കെ കണ്ട് പേടിച്ചു പോകാനൊക്കെ സാധ്യതയുണ്ട് എന്നൊരു സൂചനയാണത്. എന്ന് പറഞ്ഞാൽ ഈ അവ്യക്തമായ അവസ്ഥയില്ലേ, ഇരുളും വെളിച്ചവും കൂടിക്കലർന്ന അവസ്ഥ. അപ്പൊ മക്കൾ പലതും കണ്ട് പേടിച്ചു പോകും. ഇരുട്ടിക്കഴിഞ്ഞാൽ പിന്നെ മൊത്തം ഇരുട്ടാണ്, അതുകൊണ്ട് പിന്നെ ആ നിലക്കുള്ള പേടി ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് സൂക്ഷിക്കണം എന്ന് പഠിപ്പിച്ചു. അതുപോലെ തന്നെ ഈ മഗ്‌രിബും സുബ്ഹും എന്താ അതിന്റെ പ്രാധാന്യം? നമ്മുടെ ഈ അന്തരീക്ഷത്തിൽ വളരെ ഗൗരവതരമായ മാറ്റം സംഭവിക്കുകയാണ്, അല്ലെ? അപ്പോ സൂര്യൻ അസ്തമിച്ചു, എന്നിട്ട് ഇരുട്ടിലേക്ക് വന്ന് ലോകത്തിന്റെ വലിയൊരു ഭാഗം ഇരുട്ടിലേക്ക് മാറാണ്. നേരം വെളുക്കും അതിന് നേരെ മറിച്ചാണ്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്. അപ്പൊ ഈ 2 സമയം ഉണ്ടല്ലോ, പ്രാർത്ഥനയ്ക്കും ദിക്റുകളിലൊക്കെ മുഴുകേണ്ട സമയമാണ്. അതുകൊണ്ടാണ്
ബിൽ ഗുദുവി വൽ ആസാൽ എന്നൊക്കെ ഖുർആനിലില്ലേ. ബുക്രത്തം വഅശിയ്യ, വൈകുന്നേരവും പ്രഭാതത്തിലും പ്രദോഷത്തിലും എന്ന രൂപത്തില് നമ്മളോട് ദിക്റുകളിൽ മുഴുകാൻ പറയുന്നുണ്ട്. കാരണം വലിയൊരു മാറ്റം സംഭവിക്കുന്നത്. ഗ്രഹണം സംഭവിക്കുമ്പോൾ നമസ്കരിക്കാൻ പഠിപ്പിച്ചല്ലോ. എന്തുകൊണ്ടാ? വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാനിടയുള്ള വലിയൊരു മാറ്റം അന്തരീക്ഷത്തിൽ ഉണ്ടാകാണ്. അപ്പൊ നമ്മള് നമസ്കാരത്തിലും ദിക്റിലും ദുആയിലുമായിട്ട് കഴിച്ചു കൂട്ടണം. ഇതേപോലെ തന്നെ ഒരു സമയമാണ് ശരിക്കും രാവും പകലും മാറുന്ന സമയം. പക്ഷെ ഇത് ഡെയിലി സംഭവിക്കുന്നതുകൊണ്ട് നമുക്കത്ര ഗൗരവമില്ല, അല്ലെ? ശരിക്കും ആ നിലക്ക് പ്രാർത്ഥിക്കണമെന്നാണ്. രാത്രി വരുമ്പോ പടച്ചോനെ ഈ രാത്രിയുടെ ഇരുട്ട് അതിന്റെ നന്മ നൽകണമേ, അതിന്റെ തിന്മയിൽ നിന്ന് ഞങ്ങളെ കാക്കണമേ എന്ന് പ്രാർത്ഥിക്കണം എന്ന് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ അതിനാൽ രാത്രിയുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ തേടാൻ അള്ളാഹു താല നമ്മോട് ആവശ്യപ്പെടാൻ. ചരിത്രപരമായിട്ട് ഈ ആയത്തിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയില് പല വിധത്തിലും മക്കക്കാര് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? അപ്പൊ അതിൽപ്പെട്ട ഒരു ഉപദ്രവമാണ് രാത്രിയില് പതിയിരുന്ന് ആക്രമിക്കുക എന്നത്. അതുപോലെ പലതും അവർ ചെയ്തിരുന്നു. നമ്മുടെ കുട്ടിക്കാലത്ത് ചെയ്തിരുന്ന ചില വികൃതികൾ എന്ന് പറഞ്ഞാൽ, പോകുന്ന വഴിയില് കുഴി കുത്തിയിട്ട് അതിന്റെ മുകളില് ഇങ്ങനെ പുല്ലൊക്കെ വെച്ച് മറിച്ച് കളയാം. അപ്പൊ നടന്നു പോകുന്ന ആള് പുല്ലാണെന്ന് കരുതി ചവിട്ടിയിട്ട് കുഴിയിലേക്ക് വീഴും. ഇങ്ങനെയൊക്കെയുള്ള പണികൾ രാത്രിയിലൊക്കെ പ്രത്യേകിച്ചും ചെയ്തു. നമ്മുടെ അടുത്ത സൂറയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. സൂറത്തുൽ മസദിൽ അബൂ ലഹബിനെ കുറിച്ച് പഠിക്കും. അയാളും അയാളുടെ വൈഫൊക്കെ ചെയ്തിരുന്ന ഒരു പണിയാണ്. അതുപോലെ രാത്രിയിൽ നമ്മൾ പറയില്ലേ, ഇരുട്ടത്ത് തല്ലുക എന്ന് പറയും, ഇരുട്ടടി അടിക്കുക എന്ന് പറയും, അല്ലെ? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുമ്പോൾ ഇങ്ങനെയൊക്കെ ഉപദ്രവിക്കാൻ ആളുകൾ ശ്രമിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് എന്ന് പ്രത്യേകം പഠിപ്പിക്കുന്നത്. അതേപോലെ ഇതിന് പലതരത്തിൽ നമുക്ക് വ്യാഖ്യാനങ്ങൾ നൽകാം. പൊതുവെ മനുഷ്യന്റെ പ്രകൃതം അനുസരിച്ച് പകലിലാണ് മനുഷ്യൻ അധ്വാനിക്കാൻ പോകേണ്ടത്, രാത്രി വിശ്രമിക്കാനുള്ള സമയമാണ്. പക്ഷെ പുതിയ കാലത്ത് അതൊക്കെ മാറിയിരിക്കും. IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവര്, പത്രസ്ഥാപനങ്ങളിൽ അതുപോലെയൊക്കെ ഉണ്ടല്ലോ, പലയിടത്തും വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ രാത്രിയിലൊക്കെ അവർക്ക് ഷിഫ്റ്റ് വരും. അപ്പൊ അതനുസരിച്ച് ജോലിക്ക് പോകേണ്ടി വരും. അപ്പൊ അത് മനുഷ്യന്റെ മാനസിക ആരോഗ്യത്തിലും ശാരീരിക ആരോഗ്യത്തിലും ഒക്കെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ. പുതിയ കാലത്ത് അതിനും അപ്പുറത്ത് എന്താ അവസ്ഥ? പണ്ടൊക്കെ രാത്രിയാകുമ്പോൾ വീട്ടിലേക്ക് കയറി വരികയാണെങ്കിൽ ഇപ്പൊ മഗ്‌രിബ് കഴിഞ്ഞിട്ട് കൂട്ടത്തോടെ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങാൻ, അല്ലെങ്കിൽ ഇശാ കഴിഞ്ഞിട്ട്. എന്തിനാണ്? ഫാസ്റ്റ് ഫുഡ് കഴിക്കാൻ. അങ്ങനെ ഹോട്ടലൊക്കെ പോയി ഇരുന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞ് സമയം കളഞ്ഞ് ഉറക്കം കളഞ്ഞ് പാതിരാത്രിയിൽ വന്ന് കിടക്കാൻ. ആരോഗ്യപരമായ വലിയ പ്രശ്നം ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. ശരിക്കും മഗ്‌രിബിന്റെ മുമ്പായിട്ട് നമ്മുടെ ഫുഡൊക്കെ കഴിയണം. അതാണ് ഏറ്റവും ഉത്തമമായത്. ഇനി അതല്ലെങ്കിൽ മഗ്‌രിബിന് തൊട്ട് ശേഷമായിട്ട് ഭക്ഷണം കഴിച്ച് ക്ലിയർ ആവണം. എന്ന് പറഞ്ഞാൽ ഉറങ്ങുന്നതിൻ്റെ ഒരു 2 അല്ലെങ്കിൽ 3 മണിക്കൂർ മുമ്പ് ഫുഡ് കഴിച്ചാല് ഭക്ഷണം ദഹിച്ചിട്ടാണ് ഉറങ്ങേണ്ടത് എന്നാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആ നിലക്ക് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അൽ അശാഉ ഖബ്ലൽ ഇശ എന്ന് പറയും. ഇശാഇന് മുമ്പായിട്ടാണ് അശ. അശ എന്ന് പറഞ്ഞാൽ രാത്രി ഭക്ഷണമാണ്. അപ്പൊ ഇശാ നമസ്കാരത്തിന് മുമ്പായിട്ടാണ് അശ കഴിക്കേണ്ടത്, അഥവാ രാത്രി ഭക്ഷണം കഴിക്കേണ്ടത്. ഇപ്പൊ മഗ്‌രിബിന്റെ തൊട്ട് ശേഷം എന്ന രൂപത്തിലേക്ക് മാറിയാല് നമുക്ക് ആരോഗ്യപരമായിട്ട് ഒരുപാട് ഗുണമുണ്ടാവും. ഈ ഫാസ്റ്റ് ഫുഡ് കഴിക്കാൻ പോകുന്ന ഒരു അവസ്ഥ എന്താ? അവര് വയറ് നിറച്ച് ചിക്കനൊക്കെ അടിച്ചിട്ട് തിരിച്ചു വന്ന ഒരൊറ്റ വീഴലാണ്, അല്ലെ? അപ്പൊ ശരിക്കും ഭക്ഷണം ദഹിക്കാനുള്ള സമയമില്ല. അപ്പൊ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ശരീരം ഓവർ ടൈം വർക്ക് ചെയ്യേണ്ടി വരുന്നു, ഓവർലോഡാണ്. കാരണം ശരീരത്തെ ഉറക്കുകയും വേണം, അതുപോലെ തന്നെ വയറിലുള്ള ഭക്ഷണം ദഹിപ്പിക്കുകയും ചെയ്യണം. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഉറങ്ങിയാലും ക്ഷീണം തീരൂല എന്ന് പറയുന്നു. നമുക്കൊക്കെ അങ്ങനെ അനുഭവം ഉണ്ടാവും. ചിലപ്പോ കല്യാണത്തിനൊക്കെ പോയിട്ട് പിന്നെ അസമയത്ത് ഭക്ഷണം കഴിച്ചു വന്നാൽ പിറ്റേന്നൊരു അസ്വസ്ഥതയാണ്. അപ്പൊ ഇത് പുതിയ കാലത്ത് പ്രത്യേകിച്ച് നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. ഒമിഷന്റെ റാസിഖിൻ ഇദാ വഖബ്. അപ്പൊ രാത്രി ഇരുട്ടിക്കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചാൽ അത് ഷർറായിട്ട് മാറും.
ആ സമയത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ എന്നുകൂടി ഇന്നത്തെ കാലത്ത് ചേർത്ത് പറയണം, അല്ലെ? ഇപ്പൊ നമ്മുടെ വീട്ടിലെ മക്കളൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ അവർ പ്രത്യേകിച്ച് അത് ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്. വല്ലപ്പോഴും ഒരിക്കലൊക്കെ വീട്ടിൽ കല്യാണമൊക്കെ വരുമ്പോൾ അങ്ങനെ സംഭവിക്കാം എന്നതല്ലാതെ ഇതൊരു ശീലമായി മാറിയാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മൊത്തത്തിൽ ഡിസോർഡർ ആയി പോകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്. നമ്മൾ തന്നെ ഹജ്ജ് വേളയിൽ ഉംറയ്ക്കൊക്കെ പോകുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ, അവിടെ എത്തിച്ചേരുമ്പോൾ ഉറക്കം ഡിസോർഡർ ആകുന്നുണ്ട്, അല്ലെ? പിന്നെ അവിടെ വേറൊരു മാനസികാവസ്ഥയിലായത് കൊണ്ട് നമ്മെ അത് ബാധിക്കുന്നില്ല. പക്ഷെ ബെഡിലേക്ക് വീഴേണ്ട താമസമുള്ളപ്പോഴേക്ക് ഉറങ്ങിയിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെയാണല്ലോ. പിന്നെ അത് വേറൊരു മാനസികാവസ്ഥയിലാണ് നമ്മൾ ഉള്ളത് എന്നത് കൊണ്ട് അതൊന്നും നമുക്ക് വിഷയമാകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്, രാത്രി ഇരുൾ മുറ്റിയാൽ അതിൻ്റെ ഉപദ്രവത്തിൽ നിന്ന്, അതിൻ്റെ കെടുതിയിൽ നിന്ന് അള്ളാഹുവോട് രക്ഷ തേടുക. അപ്പൊ ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രാർത്ഥിക്കുക എന്നത് മാത്രമല്ല, പ്രാർത്ഥിക്കുമ്പോൾ അതനുസരിച്ച് നമ്മൾ സ്വയം മാറാനും സന്നദ്ധാവണം, എങ്കിലല്ലേ പ്രാർത്ഥന ഫലിക്കുള്ളൂ. ഇപ്പൊ രാത്രിയുടെ ഉപദ്രവത്തിൽ നിന്ന് കാക്കണേ എന്ന് ഒരാൾ പ്രാർത്ഥിക്കുന്നു, പക്ഷെ അയാൾ സമയത്ത് ഉറങ്ങുന്നില്ല, സമയത്ത് ഭക്ഷണം കഴിക്കുന്നില്ല, ഇങ്ങനെയൊക്കെ വരുമ്പോൾ അതിൻ്റെതായ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. അപ്പൊ അതേ സമയത്ത് സ്വന്തം മനസ്സിനെ അള്ളാഹുവിൽ കേന്ദ്രീകരിക്കാൻ പറ്റിയ ഒരു സമയമാണ് രാത്രി, അല്ലെ? അതുകൊണ്ടാണല്ലോ നമ്മൾ തഹജ്ജുദിന് എഴുന്നേൽക്കുന്നു. അപ്പൊ ആ നിലയ്ക്ക് പിന്നെ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് അള്ളാഹുവോടൊപ്പം തനിച്ചായി ഏകാന്തതയിൽ കഴിച്ചുകൂട്ടാനുള്ള അവസരം നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. ആ നിലയ്ക്ക് വളരെ പ്രധാനപ്പെട്ട സമയം കൂടിയാവും രാത്രി. ഏതായാലും പൈശാചിക ഉപദ്രവത്തിൽ നിന്നും മറ്റുമൊക്കെ നമുക്ക് രക്ഷപ്പെടാനുള്ളൊരു വഴി അതിലുണ്ട്. ഇനി നമുക്ക് 4-ാമത്തെ ആയത്തിലേക്ക് പോകാം. وَمِن شَرِّ النَّفَّاثَاتِ فِي الْعُقَدِ. وَمِن شَرِّ, സ്ക്രീനിൽ നോക്കാം, കെടുതിയിൽ നിന്നും, നഫാസാത്ത്, ഊത്തുകാരുടെ, പിന്നെ ഊത്തുകാരികളുടെ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിന് ചുവട്ടിൽ മന്ത്രം നടത്തുന്നവരുടെ എന്നുണ്ട്. അപ്പൊ ശരിക്കും അതിന്റെ ആശയങ്ങളൊക്കെ അർത്ഥത്തിൽ തന്നെ വന്നു. വമിൻ ശർരി നഫാസാത്ത്, ഊതുന്നവരുടെ ഉപദ്രവത്തിൽ നിന്ന്, ഫിൽ ഉഖദ്, കെട്ടുകളിൽ ഊതുന്നവരുടെ. ഒന്നിച്ചു പറയുമ്പോൾ കെട്ടുകളിൽ ഊതുന്ന സ്ത്രീകളുടെ കെടുതിയിൽ നിന്നും എന്നാണ് അർത്ഥം കൊടുത്തിരിക്കുന്നത്. ഇത് ഒരു തഫ്സീർ മാത്രമാണ് സ്ത്രീകൾ എന്നുള്ളത്, അതുകൊണ്ട് സ്ത്രീകളാരും വിഷമിക്കരുത്. നമ്മുടെ അർത്ഥത്തിൽ അങ്ങനെ വന്നിരിക്കുന്നു. വമിൻ ശർരി നഫാസാത്തി ഫിൽ ഉഖദ്, കെട്ടുകളിൽ ഊതുന്നവരുടെ ഉപദ്രവത്തിൽ നിന്നും എന്നാണ്. അതെന്താ ഉദ്ദേശിക്കുന്നത്? കെട്ടുകളിൽ ഊതുക എന്ന് പറഞ്ഞാല് കല്ല് കൊണ്ട് ഇങ്ങനെ കെട്ട് എന്ന് പറയും, അല്ലെ? കല്ലുകൾ ഇങ്ങനെ അട്ടിക്ക് വെച്ചിട്ട് ഉണ്ടാക്കുന്ന മതിൽ കെട്ട് എന്ന് പറയും. അതാണോ കെട്ട്? അതല്ല ഇവിടെ കെട്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നത് നൂല് കൊണ്ട് കെട്ടിടം, അല്ലെങ്കിൽ ചരട് കൊണ്ട് കെട്ടിടം. എങ്ങനെ? യാസീൻ ഓതി, എന്നിട്ട് യാസീൻ ഓതിയിട്ട് പിന്നെ അത് കെട്ടിട, എന്നിട്ട് അതിലേക്ക് ഒരു ഊതി കഴിഞ്ഞാൽ ആ യാസീൻ ആ കെട്ടിൽ തന്നെ കുരുങ്ങിക്കിടക്കും. അതിനെ കെട്ടിയിട്ടതാണ്. നമ്മൾ ചില മക്ബറകളിലൊക്കെ ചെന്നാലില്ലേ, അവിടെ ഇങ്ങനെ ഒരു പരിപാടിയുണ്ട്. യാസീൻ ഓതാൻ വേണ്ടിയിട്ട് പൈസ കൊടുക്കുമല്ലോ. അപ്പൊ നമ്മൾ കൗണ്ടറിൽ പോയിട്ട് ഒരു യാസീൻ എന്ന് പറഞ്ഞ് 100 രൂപ കൊടുത്താല് ചില മക്ബറകളിൽ എങ്ങനെയാണെന്നറിയാം, അവരിങ്ങനെ നൂലിൽ കുറെ കെട്ടിട്ട് വെച്ചിട്ടുണ്ടാവും. അതൊക്കെ യാസീൻ ഓതിയിട്ട് കെട്ടിട്ട് വെച്ചാണ്. അപ്പോ നമ്മള് പണം അടച്ചു കഴിഞ്ഞാല് ഒരു കെട്ടം കഴിച്ചു വിടും. അപ്പൊ എന്തായി? യാസീന്റെ പ്രയോജനം നമുക്ക് കിട്ടി. ഇങ്ങനെയൊക്കെ ഇതിനെ വികലമായിട്ട് ചിത്രീകരിക്കുന്ന കൊണ്ട് നടക്കുന്ന അവസ്ഥയുണ്ട്. അപ്പൊ എന്താണ് ഈ നൂലിന്റെ കെട്ടിൽ ഊതുക എന്ന് പറഞ്ഞാല്? ഇവിടെ ഉദ്ദേശിക്കുന്ന ദുർമന്ത്രവാദമാണ്. നഫസ എന്ന വാക്കിന്റെ ശരിക്കും എന്താണെന്നറിയാം ആശയം? ഊതുക എന്ന് പറഞ്ഞാല് സാധാരണ ഊതുന്നത് നഫഹ എന്നാണ് പറയാം. ഇതാ നുഫിഖ ഫിസ്സൂർ, ഖുറാനിലില്ലേ, കാഹളത്തിൽ ഊതുന്ന, ഖിയാമത്തിന്റെ സമയത്ത് കാഹളത്തിൽ ഊതുന്ന ഊത്ത് നഫഹ, ഖ ആണ്. അപ്പൊ അത് സാധാരണഗതിയിലുള്ള ഊത്താണ്. നമ്മൾ അടുപ്പിലേക്ക് ഊതുന്ന ഊത്തൊക്കെ അതാണ്. പക്ഷെ ഈ ഊത്തില് നഫഹ, സ എന്ന അക്ഷരാണ് 3-ാമത്തെ. അപ്പൊ സംഗതി ആകെ മാറി. അതിന്റെ ആശയം തന്നെ എന്താണെന്നറിയാം?
ഇങ്ങനെയുള്ള ഊത്താണ്. ഇങ്ങനെ ആരോ ഊതാം? മന്ത്രവാദിയുടെ ഊത്താണ്. എന്ന് പറഞ്ഞാല് ഉമിനീരോടുകൂടി, തുപ്പലോട് കൂടിയിട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഊത്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ വെള്ളം മന്ത്രിക്കൂലേ, അങ്ങനെ മന്ത്രിച്ചിട്ട് അങ്ങനെ ചെയ്യുന്ന മന്ത്രവാദികള് ഈ രൂപത്തിലാണ് ഊതുക എന്ന് പറഞ്ഞിട്ട് അവരെ ഉമിനീരോട് കൂടിയിട്ട് ആ വെള്ളത്തിലേക്ക് ഊതിയിട്ട് അത് കുടിക്കാനാണ് പറയാ, അല്ലെ? അപ്പോ അങ്ങനെയൊക്കെയാണ് അതിന്റെ രീതി. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്ന അതാണ്, ഇങ്ങനെ നൂലില് മന്ത്രിച്ചിട്ട് അവസാനം രൂത്ത് ഊതി അതിങ്ങനെ കെട്ടിയിട്ട് വെക്കുന്ന അവസ്ഥയാണ്. ഇതാണ് മന്ത്രവാദം എന്ന് പറയുന്നത്. ദുർമന്ത്രവാദമാണ്, അല്ലെ? ശരിയായ മന്ത്രം ഉണ്ടോ? ആ പ്രാർത്ഥനകൾ മന്ത്രമാണ്. സൂറ അൽ ഫാത്തിഹയുടെ ഒരു പേര് തന്നെ റുഖിയ എന്നാണ്, മന്ത്രം എന്നാണ്. സൂറത്തുൽ ഫാത്തിഹ നല്ലൊരു മന്ത്രമാണ്, പ്രാർത്ഥനയാണ്. സൂറ അന്നാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ ഇഖ്ലാസ്, ഇതൊക്കെ മന്ത്രമാണ്. ഇത് അള്ളാഹു അനുവദിച്ചിട്ടുള്ള, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിട്ടുള്ള മന്ത്രമാണ്. അതിൽ യാതൊരു കുഴപ്പമില്ല. നമ്മൾ പറഞ്ഞില്ലേ, ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ബെഡിൽ ഇരുന്നിട്ട് ഈ സൂറത്തുകളൊക്കെ ഓതിയിട്ട് കയ്യിൽ ഊതിയിട്ട് നമ്മുടെ കൈ എത്തുന്നിടത്തൊക്കെ നമുക്ക് തടവാം. അത് സുന്നത്താണ്, അതിനതിന്റെ ഫലമുണ്ട്. അതേ സമയത്ത് ഈ മന്ത്രവാദികൾ എന്ന് പറയുന്നവർ ചെയ്യുന്ന ചില പണികളുണ്ട്, അല്ലെ? അതിലൊന്നാണ് ഈ മന്ത്രിച്ചിട്ട് ചരട് കയ്യിലും അരയിലും കഴുത്തിലും കാലിലും ഒക്കെ കെട്ടുന്നതാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കുറച്ചൊരു കുറവുണ്ടെന്ന് പറയാം പ്രത്യക്ഷത്തില്. ഡ്രസ്സിന്റെ അകത്തായതുകൊണ്ടാണോ കാണാത്തതെന്ന് അറിയില്ല. ഈ ബംഗാളികളൊക്കെ ഉണ്ടല്ലോ, പുറത്തുനിന്ന് വരുന്ന ആൾക്കാരൊക്കെ നോക്കിയാല് കയ്യിലൂടെ ഇങ്ങനെ ചരട് കെട്ടി വെച്ചത് കാണാം. ശരിക്കും വളരെ ഗുരുതരമായ സംഗതിയാണിത്. അങ്ങനെ ഒരു രീതി ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ ഏലസ്, ഉറുക്ക്, ഇങ്ങനെ പലതും ഇല്ലേ, അതിന്റെ അകത്ത് ചില ആയത്തുകളൊക്കെ എഴുതിയിട്ട് അല്ലെങ്കിൽ ചില അക്ഷരങ്ങളൊക്കെ എഴുതി എന്നിട്ട് അത് ഒരു ഉറുക്കിന്റെ അകത്താക്കിയിട്ട് അത് കെട്ടിത്തൂക്കാം. ഇതൊക്കെ ഇസ്ലാം പഠിപ്പിക്കുന്ന രീതിക്ക് തികച്ചും വിരുദ്ധമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു എന്നതാണ്. ഖുർആനിലാണല്ലോ ഈ വന്നിരിക്കുന്നത്. ഇതിലാർക്കും സംശയമുണ്ടോ? വമിൻ ശർരി നഫ്ഫാസാത്തി ഫിൽ ഉഖദ്, കെട്ടുകളിൽ ഊതുന്നവരുടെ ഉപദ്രവത്തിൽ നിന്ന്. അപ്പൊ നമ്മുടെ അർത്ഥത്തിൽ സ്ത്രീകൾ എന്ന് വന്നിട്ടുണ്ട്, അല്ലെ? ഇപ്പോ നമ്മുടെ വനിതകളത് കാത്തിരിക്കുകയായിരിക്കും, എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഞങ്ങളെ കുറിച്ച് അങ്ങനെ പറഞ്ഞത്, ഞങ്ങൾ മന്ത്രവാദികളാണ് എന്ന് ചോദിക്കും. ഡാഗിനി എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്, അല്ലെ? നമ്മുടെ എന്താണ് പൂമ്പാറ്റയിലൊക്കെ കാണുന്ന ഒരു കഥാപാത്രം ഇല്ലേ, ഡാഗിനിയും കുട്ടൂസനും ഒക്കെ ഉണ്ട്, അല്ലെ? ഒരു ഡാഗിനി ഇതുപോലെ മന്ത്രവാദം നടത്തുന്ന ഒരു സ്ത്രീയാണ്. അപ്പൊ എന്ന് പറയും പോലെ ഈ സ്ത്രീകള് പിന്നെ പുരുഷന്മാരെ അഥവാ ഭാര്യമാര് ഭർത്താക്കന്മാരെ ചിലപ്പോ എന്താ പറയാ തലയണ മന്ത്രം എന്ന് പറയും. അപ്പൊ ഭർത്താവ് നല്ലൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാല് അങ്ങനെയൊന്നും ചെയ്യണ്ട കേട്ടോ, പിന്നെ വെറുതെ കാശ് കളയണ്ട, അയാൾക്ക് അങ്ങനെ കൊടുക്കണ്ട, ഇങ്ങനെ പറയുന്നവർ ചിലപ്പോൾ സ്ത്രീകളിൽ ഉണ്ടാകാം. അതേപോലെ തന്നെ പുരുഷന്മാരിലും ഉണ്ടാകാം. പക്ഷെ നമ്മുടെ നാട്ടുനടപ്പനുസരിച്ച് തലയണ മന്ത്രം എന്നൊക്കെ പറഞ്ഞാല് സ്ത്രീകൾ പുരുഷന്മാരെ ഈ രൂപത്തിൽ അവരുദ്ദേശിക്കും പോലെ വളച്ചെടുക്കാൻ ശ്രമിക്കുന്നതിനെ കുറിച്ചാണ് പറയാം. അപ്പൊ അതങ്ങനെ ഒരു പ്രയോഗം ഉണ്ട് എന്ന് മാത്രം. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്ത്രീകളിലും മന്ത്രവാദിനികൾ ഉണ്ടാവും, പുരുഷന്മാരുടെ കൂട്ടത്തിലും മന്ത്രവാദികൾ ഉണ്ടാവും, അല്ലെ? അപ്പൊ ശരിക്കും ഇവിടെ സ്ത്രീ എന്നുള്ളതല്ല, നഫാസത്ത് എന്നതിന്റെ ബഹുവചനാണ് നഫാസാത്ത്. ആ വാക്ക് സ്ത്രീലിംഗ പദമാണ്. ഈ അറബി ഭാഷയിൽ ഒരു വാക്ക് സ്ത്രീലിംഗ പദമായിട്ട് പറയുമ്പോൾ അതിന് കരുത്ത് കൂടും എന്നുള്ളതാണ്. അപ്പൊ ആ നിലക്കാണ് ഇവിടെ നഫാസാത്ത് എന്ന് വന്നിരിക്കുന്നത്. അല്ലാതെ സ്ത്രീകളൊക്കെ മന്ത്രവാദിനികളാണ്, ദുർമന്ത്രവാദം ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ തലയണ മന്ത്രം ചെയ്യുന്നവരാണ്, മറ്റുള്ളവർ നന്മ ചെയ്യുമ്പോൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നവരാണ് എന്നൊന്നും ഇവിടെ ഉദ്ദേശമില്ല. ഒരുപക്ഷെ ആണുങ്ങൾ തന്നെ ആയിരിക്കും മന്ത്രവാദികൾ കൂടുതൽ. പിന്നെ ജിന്നുമ്മമാരൊക്കെ ഉണ്ടല്ലേ സ്ത്രീകളുടെ കൂട്ടത്തില്, അങ്ങനെയുണ്ടല്ലോ. ആളുകൾ ചെന്നിട്ട് വിഷയങ്ങളൊക്കെ പറയുമ്പോൾ ഇതേപോലെ തന്നെ മന്ത്രിച്ചു കൊടുക്കുന്ന പരിപാടിയൊക്കെ കാണും. അപ്പൊ ഇസ്ലാമില് അല്ലാഹു തആല പഠിപ്പിച്ച, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന പ്രാർത്ഥനകളും മന്ത്രങ്ങളും ഒക്കെ ഉള്ളത്, അതൊക്കെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. അല്ലാത്ത രൂപത്തിൽ വഴിതെറ്റിയ രീതികൾ സ്വീകരിക്കരുത്. അപ്പൊ പിന്നെ എന്താണ് മുസ്ലിം സമൂഹത്തിൽ തന്നെ
പുരോഹിതന്മാര് ഇങ്ങനെ ഉറുക്ക് കെട്ടി കൊടുക്കുന്നവർ, ഏലസ് കെട്ടുന്നവരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അവരെന്താ പറയാന്നറിയോ? ശരിക്കും നമ്മളായിട്ട് ഒരാളെ ഉപദ്രവിക്കുന്ന രൂപത്തിൽ ചെയ്യാൻ പാടില്ല. ശരിക്കും ഈ പറയുന്നതാണ് സിഹർ എന്ന് പറയുന്നത്, അല്ലെ? സബഉൽ മൂബിഖാത്ത്, 7 വൻ പാപങ്ങൾ എന്ന് പറഞ്ഞതില് ഒന്നാമത്തേത് അശ്ശിർക്കു ബില്ലാഹ്, രണ്ടാമത്തേത് വസ്സിഹർ എന്നാണ്. സിഹർ എന്ന് പറഞ്ഞാൽ മാരണം, മന്ത്രവാദം, ഇതുപോലൊക്കെയുള്ള പരിപാടികളാണ്. അപ്പൊ നമ്മുടെ ആൾക്കാരെന്താ പറയാന്നറിയാം? നമ്മൾ ഒരാൾക്കെതിരിൽ സിഹർ ചെയ്യാൻ പാടില്ല, പക്ഷെ ഒരാൾ നമ്മളോട് ഇങ്ങോട്ട് ചെയ്താല് പകരം ചെയ്യാം എന്നതാണ് ഒരു ന്യായം പറയാം. അതിന് ന്യായം ഉണ്ടോ? ഒരാൾ ഇങ്ങോട്ട് ഒരു തെറ്റ് ചെയ്യുമ്പോൾ അതേപോലെ തിരിച്ച് അങ്ങോട്ട് തെറ്റ് ചെയ്യുക, അതിന് ന്യായം ഉണ്ടോ? ന്യായമില്ലല്ലോ. പക്ഷെ ഈ രീതി നമ്മുടെ സമൂഹത്തിൽ തുടരുന്നു. നിങ്ങൾ എന്താ ഇതിൽ വിശ്വസിക്കുന്നത്? അപ്പൊ നിങ്ങൾ രാവിലെ ഡോറ് തുറന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ മുറ്റത്തൊരു മുട്ട കിടക്കുന്നു, അല്ലെങ്കിൽ കോലായിലൊരു മുട്ട, അതിലെന്തൊക്കെയോ അക്ഷരങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് അറബിയിൽ. നിങ്ങൾ എന്ത് ചെയ്യും? അതിങ്ങനെ എടുത്തു നോക്കി, പടച്ചോനെ, വെറുതെ അല്ല, എൻ്റെ വീട്ടിൽ മൊത്തം പ്രശ്നമാണ്. എനിക്ക് അസുഖം, ഭർത്താവിന് അസുഖം, മക്കൾക്ക് അസുഖം, അല്ലേ? മാനസിക പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, ഒന്നും നേരെ ആവുന്നില്ല, മക്കൾക്ക് കല്യാണം ശരിയാവുന്നില്ല. എല്ലാത്തിൻ്റെയും അടിസ്ഥാന കാരണം ഇതാണ്. ഇങ്ങനെ ഒരാൾ ചിന്തിച്ചു കഴിഞ്ഞാല് എന്താ സംഭവിക്കുക? ആകെ ബേജാറായിപ്പോവും. പടച്ചോനെ. അയാൾ ഉടനെ ആ മുട്ട ഒരു കടലാസ് പൊതിഞ്ഞിട്ട് വേഗം ഒരാളുടെ അടുത്തേക്ക് പോവും. ഇതാ, ഇങ്ങനെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട് ഉസ്താദ്, അതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം. ഉസ്താദ് ഉടനെ അതിന് മറുമരുന്ന് ഉണ്ടാക്കും, അല്ലെ? അപ്പൊ ഇത് അനുവദനീയമാണെന്നാണ് അവർ പറയുന്നത്. ശരിയാണോ? നിങ്ങൾ എന്താ ചെയ്യാം? ആരെങ്കിലും ഇങ്ങനെ ചെയ്യോ? പിന്നെ മുട്ട കിട്ടിയാലേ അത് നേരെ ബേസിനിൽ കൊണ്ടുപോയിട്ട് അതിലെ മഷിയൊക്കെ കഴുകി കളഞ്ഞിട്ട് രാവിലെ തന്നെ ഒരു ഓംലെറ്റും കട്ടൻ ചായയും. എന്താ അങ്ങനെ ചെയ്താല്? ധൈര്യമുണ്ട് അങ്ങനെ ചെയ്യാൻ? അല്ലേ? നമ്മുടെ തൗഹീദ് പരീക്ഷിക്കപ്പെടുന്ന ഒരു സന്ദർഭമാണ്. അള്ളാഹുവിന് മാത്രമേ എനിക്ക് ഉപകാര ഉപദ്രവം ചെയ്യാൻ പറ്റൂ. വൽ ഖദ്രി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. ഇങ്ങനെ വിശ്വസിക്കുന്നവരല്ലേ നമ്മള്? നമസ്കാരം കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലുന്നൊരു ദിക്റുണ്ട്, അല്ലാഹുമ്മ, അല്ലാഹുവേ, ലാ മാനിഅ ലിമാ അഅതൈത, നീ നൽകിയതിനെ തടയുന്നവനില്ല, വലാ മുഅതിയ ലിമാ മനഅത, നീ തടഞ്ഞതിനെ നൽകുന്നവനുമില്ല. ഇങ്ങനെ നമ്മൾ ചൊല്ലുന്നുണ്ട്, അല്ലേ? അപ്പൊ എന്താ അതിന്റെ അർത്ഥം? അള്ളാഹുവിന് മാത്രമേ എന്നില് ഗുണവും ദോഷവും സംഭവിപ്പിക്കാൻ പറ്റുള്ളൂ എന്നാണ്. പ്രത്യേകിച്ച് അദൃശ്യമാർഗത്തില്. അതേസമയം ഒരാള് കത്തി കൊണ്ടുവന്ന് നമ്മൾ കുത്തുകയാണ് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ, അപ്പൊ മുറിയൂലേ? മുറിയും. അത് ഭൗതികമായ അർത്ഥത്തിലാണ്. പക്ഷെ ഇവിടെ നടക്കുന്നത് അതല്ല, ഇത് അദൃശ്യമായിട്ട്, അല്ലെ? ഒരാള് നൂലിൽ കെട്ടിട്ട് എന്താ സംഭവിക്കാം? ഒന്നും സംഭവിക്കില്ല. പക്ഷെ അത് ആ നിലക്ക് ഉൾക്കൊള്ളാനുള്ള ഈമാൻ ഉണ്ടാവണം, ഇല്ലെങ്കിൽ പതറിപ്പോവും. എന്ത് കണ്ടാലും അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം അങ്ങനെ ചൊല്ലാനുള്ള ധൈര്യം ഉണ്ടാവും. ഒരു പേപ്പറിൽ എന്തൊക്കെയോ വരച്ചിട്ട് നമ്മുടെ വീട്ടുമുറ്റത്ത് കൊണ്ടുവന്ന് ഇട്ടാല്, അല്ലെ കച്ചവടക്കാരൊക്കെ ആണെങ്കിൽ അവരുടെ ഷട്ടറിന്റെ അടിയിലൊക്കെ കൊണ്ടുപോയി വെച്ചു കൊടുക്കും. അങ്ങനെ ഒരു സാധനം കിട്ടി ആകെ ബേജാറായി പോവും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലിയിട്ട് ആ പേപ്പർ കീറാനുള്ള ധൈര്യം ഉണ്ടോ? ഉണ്ടെങ്കിൽ മാത്രമേ ഈ ആയത്ത് പഠിച്ചിട്ട് കാര്യമുള്ളൂ കേട്ടോ. വമിൻ ശർരി നഫ്ഫാസാത്തി ഫിൽ ഉഖദ്. നമ്മുടെ മനസ്സ് എന്താണോ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചത്, എങ്ങനെയാണോ സെറ്റ് ചെയ്തിരിക്കുന്നത്, അതനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുക. അപ്പൊ അതിനാൽ അള്ളാഹു മാത്രമാണ് ഉപകാര ഉപദ്രവം ചെയ്യുന്നവൻ എന്ന് അടിയുറച്ച് വിശ്വസിച്ചാൽ ഒരു കുഴപ്പമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇങ്ങനെ പല കേന്ദ്രങ്ങളിലും പോകുന്നവര്, അവർക്ക് ഇത് തന്നെയാണ് പണി. പോകാത്ത നമ്മൾ എവിടെയും പോകുന്നില്ല, ഒരു കുഴപ്പമില്ല. പോകുന്നവരങ്ങനെയല്ല. ഒരു സ്ഥലത്ത് പോയി അവിടുന്ന് ശരിയായില്ല, ഒന്ന് മറ്റേ സ്ഥലത്ത് പോയി നോക്ക്, അപ്പൊ അവിടെ പോയി ഇവിടെ പോയി കാശ് മുഴുവൻ തീർന്ന് പ്രത്യേകിച്ചൊരു മാറ്റമില്ല. മനസ്സാണെങ്കിൽ ആകെ അസ്വസ്ഥമാണ്. അതിന് ഏറ്റവും നല്ല മരുന്ന് മനസ്സിൽ നിന്ന് ഇതിനെ പറിച്ചു കളയാന്നുള്ളതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെയല്ലേ? തുടക്കത്തിൽ ലായാണ്, അല്ലെ? ഇല്ല എന്ന് പറയുന്നത് ഇലാഹ്. ഒരു ഇലാഹും ഒരു ദൈവസങ്കല്പവും ഇല്ല.
എന്നെ രക്ഷിക്കാനോ ശിക്ഷിക്കാനോ കഴിയുന്ന ആരുമില്ല ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ. ശരിക്കും കളകളൊക്കെ പറിച്ച് വൃത്തിയാക്കുക ചെയ്യുന്നത്. എന്നിട്ടാണ് അള്ളാഹുവിനെ നമ്മൾ അവിടെ സ്ഥാപിക്കുന്നത് മനസ്സിൽ. ഇങ്ങനെ തീരുമാനിക്കല്ലേ, എങ്കിലേ മുന്നോട്ട് പോയിട്ട് കാര്യമുള്ളൂ. വമിൻ ശർരി നഫാസാത്തി ഫിൽ ഉഖദ്. ഇത് ഒരുപാട് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. സൂറത്തുൽ ബഖറയിൽ സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ കാലവുമായി ബന്ധിപ്പിച്ച് ഇസ്രയേൽ സമൂഹത്തിന് സംഭവിച്ച വമ്പിച്ചൊരബദ്ധം അള്ളാഹു പറയുന്നുണ്ട്. അവിടെയാണ് സിഹറുമായി ബന്ധപ്പെട്ട പ്രധാന ചർച്ച നടക്കുന്നത്. സൂറ അൽ ബഖറ 101 ആ ഭാഗത്താണ് ആ ആയത്ത് വരുന്നത്. അപ്പോ 4-ാമത്തെ ആയത്തിന്റെ ആശയം ഇതാണ്. ഉഖ്ദത്ത് എന്ന് പറഞ്ഞ കെട്ട് എന്നാണ് അർത്ഥം. അതിന്റെ ബഹുവചനാണ് ഉഖദ്. നമ്മള് കല്യാണം കഴിക്കുന്നതിനുണ്ടല്ലോ, വിവാഹ ഉടമ്പടി, നിക്കാഹിന് ഉഖ്ദത്തുൻ നിക്കാഹ് എന്നാണ് പറയാം. നിക്കാഹ് വിവാഹം, ഉഖ്ദത്ത് ഉടമ്പടി. അപ്പൊ അതാണ് നമ്മുടെ നാട്ടിൽ പെണ്ണ് കെട്ടുക എന്നായത്, അല്ലേ? കാരണം അമ്മാച്ചനും പുതിയാപ്പിളയും കൂടി കൈകൾ ഇങ്ങനെ പിടിച്ച് കെട്ടിയിട്ടാണ് ഈ കരാറിൽ ഏർപ്പെടുന്നത്, അല്ലെ? അതാണ്. ഇപ്പൊ പെണ്ണ് കെട്ടുക എന്ന് പറഞ്ഞാൽ ഈ കെട്ടലാണ്, ഉഖ്ദ, ഈ കരാറിന്റെ കെട്ടലാണ് ശരിക്കും എന്ന് മനസ്സിലാക്കാം. ഇവിടെ ഉദ്ദേശിക്കുന്നത് നൂലിലുള്ള കെട്ടലാണ് എന്നതാണ് അതിന്റെ വ്യത്യാസം. അപ്പൊ വമിൻ ശർരി നഫാസാത്തി ഫിൽ ഉഖദ്, കെട്ടുകളിൽ ഊതുന്ന ദുർമന്ത്രവാദികളുടെ ഉപദ്രവത്തിൽ നിന്നും. ഇനി നമുക്ക് അടുത്ത ആയത്തിലേക്ക് പോകാം, അവസാനത്തെ ആയത്ത്. വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. വമിൻ ശർ, ഉപദ്രവത്തിൽ നിന്നും, കെടുതിയിൽ നിന്നും. സ്ക്രീനിൽ അർത്ഥം കാണുന്നുണ്ട്. ഹാസിദ്, അസൂയ വെക്കുന്നവന്റെ, അസൂയാലുവിന്റെ. ഇതാ, ആയാൽ, ഹസദ, അവൻ അസൂയപ്പെട്ടാൽ. ഹസദ, അസൂയപ്പെട്ടു, അസൂയ കാണിച്ചു എന്നാണ്. അപ്പൊ ഇതാ ഹസദ, അവൻ അസൂയ കാണിക്കുമ്പോൾ. വമിൻ ശർരി ഹാസിദിൻ, അസൂയാലുവിന്റെ ഉപദ്രവത്തിൽ നിന്ന്. ഇതാ ഹസദ, അവൻ അസൂയപ്പെടുമ്പോൾ എന്നാണ്. അസൂയാലു അസൂയപ്പെടുമ്പോൾ അവന്റെ അല്ലെങ്കിൽ അതിന്റെ കെടുതിയിൽ നിന്നും. എന്താണ് ഹസദ് എന്ന് പറഞ്ഞാല്? എന്താ ഹസദ്? ഒരാൾക്ക് എന്തെങ്കിലും ഒരു ഗുണമോ ഒരു നന്മയൊക്കെ ഉണ്ടാകുമ്പോൾ എൻ്റെ മനസ്സിൽ വെറുതെ ഒരു 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 ചൊറിയല്, അല്ലെ? ഒരു അസ്വസ്ഥത. ഒരാൾക്ക് നന്മ ഉണ്ടാകുമ്പോൾ അൽഹംദുലില്ലാ, മനസ്സ് തുറന്നതിന് ഉൾക്കൊള്ളണ്ടേ? അതിന് പകരം ഒരു അസ്വസ്ഥത മനസ്സിൽ ഇങ്ങനെ തോന്നും. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ നിലയില് നമ്മുടെ മനസ്സ് ചീത്തയായി പോവാണ്. ഓ, ഓന്റെ കാറ് കണ്ടില്ലേ, പോകുന്ന പോക്ക് കണ്ടോ, ഇങ്ങനെയൊക്കെ തോന്നും. അയാൾ അധ്വാനിച്ച് സമ്പാദിച്ച് നേടിയതാണ് കാറ്, അയാൾ പോകട്ടെ, അൽഹംദുലില്ലാ, അയാൾക്കത് ഉപകരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചൂടെ? നേരെ മറിച്ച് എന്തൊക്കെയാ, വീട് കാണുമ്പോൾ എന്താ വീട്, ഇങ്ങനെയൊക്കെ ഒരു നെഗറ്റീവ് തോട്ട് മനസ്സിൽ കൊണ്ട് നടക്കുന്ന അവസ്ഥയാണ്, അല്ലെ? അത് അവനവനെയാണ് ദുഷിപ്പിക്കുന്നത്. അത് ചിലപ്പോ മറ്റുള്ളവരോട് ആളുകൾ അങ്ങനെ പ്രകടിപ്പിച്ച് കളയും. അപ്പൊ അത് വലിയ തകരാറാണ്. ഒരു സമ്പന്നനെ കാണുമ്പോൾ നെഗറ്റീവ് ചിന്ത. എന്തിനാ സമ്പന്നനോട് ദേഷ്യപ്പെടുന്നത് അല്ലെങ്കിൽ വെറുക്കാൻ ശ്രമിക്കുന്നത്? അയാള് ഹലാലായ മാർഗത്തിൽ സമ്പാദിച്ചതാണെങ്കിലോ, അല്ലേ? അപ്പൊ അയാള് സമൂഹത്തിന് അയാളുടെ സമ്പത്ത് എങ്ങനെ ഉപകാരപ്പെടും, അതെങ്ങനെ ഉപകാരപ്പെടുത്താൻ പറ്റും നമുക്ക് ചിന്തിക്കാം. എന്നല്ലാതെ ഒരാളുടെ കയ്യിൽ കാശുണ്ടായതിന് എനിക്കെന്താ കുഴപ്പം, ആലോചിക്കേണ്ടതുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഇതാണ് ഹസദ്. ഒരാളുടെ നന്മയിൽ നമ്മുടെ മനസ്സിൽ അസ്വസ്ഥത തോന്നുന്ന ഒരവസ്ഥയാണ്. ഇത് മനസ്സിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് ശരിക്കും ഇത്, അല്ലെ? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അൽ ഹസദു യഅകുലുൽ ഹസനാതി കമാ തഅകുലുൻ നാറു അൽ ഹതബ് എന്നാണ്. അൽ ഹസദു യഅകുലുൽ ഹസനാത്ത്, നന്മകളെ അസൂയ തിന്നുകളയും. കമാ തഅകുലുൻ നാർ, തീ തിന്നുകളയുന്നത് പോലെ. അൽ ഹതബ, വിറകിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ തിന്ന് തീർക്കൂലേ തീ. ഇതേപോലെ എത്ര നന്മ ചെയ്താലും ആ നന്മകളെല്ലാം ഈ അസൂയകാരനായിട്ട് ഇല്ലാതെയായി പോകും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹസദിൽ നിന്ന് പടച്ചവനോട് രക്ഷ തേടണം.
ഒരാൾ നമ്മോട് അസൂയ കാണിക്കുന്ന അവസ്ഥ നമ്മൾ സൃഷ്ടിക്കാനും പാടില്ല. അതും ശ്രദ്ധിക്കണ്ട. ഇങ്ങനെ ഗംഭീരായിട്ട് ഇങ്ങനെ സകല ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് തന്നെ നടക്കുക, എപ്പോഴും ഒരു പവന് ലക്ഷത്തിലധികം പൈസ ഉണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെ മുഴുവനും കാണിച്ചുകൊണ്ട് നടക്കുമ്പോൾ മറ്റുള്ളവർക്ക് അസൂയ തോന്നും, അത് തട്ടിപ്പറിക്കാൻ തോന്നും. അതൊക്കെ അതിന്റെ ഭാഗമായിട്ടുണ്ടാവും എന്നതാണ്. അപ്പൊ അതിനാൽ അമിതമായിട്ട് പ്രകടിപ്പിക്കരുത്. ഉള്ളത് ഭംഗിയില് നല്ല രൂപത്തിലായിരിക്കണം നമ്മുടെ ഡ്രസ്സിങ്ങും അതുപോലെ എല്ലാ കാര്യങ്ങളും. പക്ഷെ മറ്റുള്ളവരെ കൊതിപ്പിക്കുന്ന ഒരു രീതി അതിൽ സ്വീകരിക്കാതിരിക്കുക എന്നതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അത് വളരെ പ്രധാനമാണ്. എല്ലാം ഉണ്ടാകാം, പക്ഷെ അമിതമായ പ്രകടനങ്ങളിലേക്ക് പോകാതിരിക്കാം. ഇപ്പൊ നമ്മുടെ കല്യാണങ്ങളുടെ അവസ്ഥ എന്താ? പിടിവിട്ടു പോകുന്നത് കാണുന്നില്ലേ? മറ്റുള്ളവരിൽ അത് അസൂയ സൃഷ്ടിക്കുന്നുണ്ട്. സമൂഹത്തിലെ പരസ്പര വിദ്വേഷവും അകൽച്ചയൊക്കെ സൃഷ്ടിക്കുവാൻ കാരണമായി കൂടാ എന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോ ഈ അസൂയാലുവിന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ തേടാൻ പറയുന്നു. ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച പോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഈ ആയത്തുകളൊക്കെ ഇറങ്ങുന്നത്. ഖുൽ, പ്രവാചകരെ താങ്കൾ പറയൂ, പ്രാർത്ഥിക്കൂ എന്നാണല്ലോ ആദ്യം പറയുന്നത്. അപ്പൊ എന്താണ് മന്ത്രവാദികളുടെ കെട്ടുകളിൽ ഊതുന്ന ഉപദ്രവം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എങ്ങനെ അനുഭവപ്പെട്ടിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എതിരിൽ ആളുകൾ സിഹർ ചെയ്തിരുന്നു. നബി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നബിയുടെ പേരും പ്രശസ്തിയും ഇല്ലാതാക്കുക, പ്രവാചകത്വത്തെ ഇല്ലാതെയാക്കുക, അവിടുത്തെ മനസ്സിൽ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുക എന്നുള്ളൊക്കെ നിലക്ക് സിഹർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഫലിച്ചിട്ടുണ്ടോ? ഫലിക്കുകയില്ല എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സിഹർ ഫലിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വലിയ അപകടമല്ലേ? പിന്നെ റസൂല് പറയുന്നത് നല്ല മനസാന്നിധ്യത്തോടെയാണെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ റസൂലിന് ഇറങ്ങുന്ന വഹീനെ തന്നെ അത് ബാധിച്ച് കളയൂലേ? അപ്പോൾ പിന്നെ ചിലർ പറയുന്നത് ആ വ്യക്തിയെ ആണ് ബാധിച്ചത്, വഹീനെ അല്ല എന്ന് പറയുന്നുണ്ട്. ഏതായാലും ഖുർആൻ പറയുന്നുണ്ട്, അള്ളാഹു പറയുന്നതായിട്ട്, അല്ലാഹു യഅസിമുക മിനന്നാസ്, മനുഷ്യരുടെ സകല ഉപദ്രവങ്ങളിൽ നിന്നും റസൂലെ താങ്കളെ അള്ളാഹു താല കാത്തോളും. അങ്ങനെയുള്ള റസൂലിനെ സിഹർ ബാധിച്ചു എന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലെ? പക്ഷെ ആളുകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ചെയ്യുമ്പോൾ റസൂലുള്ളാഹിന്റെ മനസ്സിന് അസ്വസ്ഥത ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അള്ളാഹുവോട് രക്ഷ തേടാൻ വേണ്ടി പറഞ്ഞതാണ്. അതേപോലെ റസൂലായപ്പോ അതിൽ അസൂയപ്പെട്ട ആൾക്കാരുണ്ടായിരുന്നു. ഇതെന്തിനാണ് ദരിദ്രനായ, അനാഥനായ, ആട്ടിടയനായ, കച്ചവടക്കാരനായിരുന്ന ഈ സാധാരണക്കാരനെ എന്തിനാണ് നബിയാക്കിയത്? മക്കയിലും ത്വായിഫിലും ഒക്കെ നല്ല VIP-കളായ അതിസമ്പന്നരായ സമർത്ഥരായ ആൾക്കാരുണ്ടല്ലോ. എന്നിട്ട് എന്തിനാണ് ഈ മുഹമ്മദിനെ ആക്കിയത്? ഇങ്ങനെയൊക്കെ ആൾക്കാർ അസൂയപ്പെട്ടിരുന്നു. അപ്പോ അതുകൊണ്ട് ഉണ്ടാകാവുന്ന ഉപദ്രവങ്ങൾ, അതിൽ നിന്ന് അള്ളാഹുവോട് രക്ഷ തേടുക എന്ന് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്. അതോടൊപ്പം നമ്മളും ഇത് ആ നിലക്ക് തന്നെ ഉൾക്കൊള്ളണം. അപ്പൊ എത്ര കാര്യങ്ങളിൽ നിന്നാണ് സൂറത്തുൽ ഫലഖില് രക്ഷ തേടാൻ പറയുന്നത്? ഒന്നാമത്തേത് മിൻ ശർരി മാ ഖലഖ, അല്ലെ, സൃഷ്ടികളുടെ ഉപദ്രവത്തിൽ നിന്ന്. 2, വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്, ഇരുൾ മുറ്റിയ രാത്രിയുടെ ഉപദ്രവത്തിൽ നിന്ന്. 3-ാമത്തേത് വമിൻ ശർരി നഫാസാത്തി ഫിൽ ഉഖദ്, കെട്ടുകളിൽ ഊതുന്ന ദുർമന്ത്രവാദികളുടെ ഉപദ്രവത്തിൽ നിന്ന്. 4-ാമത്തേത് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, അസൂയാലുവിന്റെ ഉപദ്രവത്തിൽ നിന്ന്. ആരോട്? പുലരിയുടെ നാഥനോട് ഞാൻ രക്ഷ തേടുന്നു. അപ്പൊ ഈ 4 സംഗതിയും നമ്മുടെ ജീവിതത്തിൽ നമ്മളും ഏറ്റവും ജാഗ്രതയോടെ കാണേണ്ട കാര്യങ്ങളാണ് അല്ലെ എന്ന നിലക്ക് മനസ്സിലാക്കണം. അപ്പൊ ഈ ആയത്തുകളിലെ ആശയങ്ങൾ വളരെ ആഴമേറിയതാണ്. ചുരുക്കി പറഞ്ഞു എന്ന് മാത്രം. തഫ്സീറുകളിൽ ഒരുപാട് വിശദീകരണങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാമിനെ യഥാവിധി അറിയുവാനും ഉൾക്കൊള്ളുവാനും നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ചവനെ, ഞങ്ങളുടെ എല്ലാ സദുദ്ദേശങ്ങളും സഫലീകരിക്കണേ റബ്ബേ. എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങളെ കാക്കണേ നാഥ. അല്ലാഹുവേ, നീ അല്ലാത്ത ഒന്നിലും ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ സാധ്യമല്ല എന്ന അടിയുറച്ച ഈമാനിക ബോധം, തവക്കുലിൻ്റെതായ ബോധം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ റബ്ബേ. എല്ലാവിധ വസ്വാസുകളിൽ നിന്നും മനസ്സിന്റെ അസ്വസ്ഥതകളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണേ നാഥ. ഞങ്ങളിലെ പ്രായമായ ഉമ്മമാർക്ക്, വാപ്പമാർക്ക്,
സിഹത്തും ആഫിയത്തും നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. പടച്ചവനെ, രോഗികൾക്ക് ശിഫ നൽകണേ നാഥ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് യാത്രയായ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കണേ നാഥ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.